നമസ്കാരം. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് കരിക്കം ജംഗ്ഷനിലാണ്. ഈ റോഡെന്ന് പറയുന്ന കരിക്കം മുതൽ കിഴക്കേത്തിരി വരെയുള്ള ഒരു ബൈപ്പാസ് റോഡെന്ന് തന്നെ പറയാം. അതായത് കരിക്കം MC റോഡും സെന്റ് മേരീസിന്റെ അവിടുത്തെ കിഴക്കേത്തിരി സെന്റ് മേരീസിന്റെ അവിടുത്തെ NH 208 ബന്ധിപ്പിക്കുന്ന ഒരു പ്രധാന ബൈപ്പാസാണ്. ഈ റോഡെന്ന് പറയുന്നത് പത്തനാപുരം മണ്ഡലം, അതായത് KB ഗണേഷ് കുമാറിന്റെ, ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറിന്റെ മണ്ഡലമാണ്. ആ മണ്ഡലത്തിലുള്ള റോഡാണിത്. ഈ റോഡ് ഉപയോഗിക്കുന്നവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാട്ടിലെ സാധാരണക്കാരാണ്. സ്കൂളിൽ പോകാൻ വേണ്ടി, അതായത് സെൻറ്റ് മേരി സ്കൂളിലേക്ക് പോകാൻ വേണ്ടി, കരിക്കം ഇൻ്റർനാഷണൽ പബ്ലിക് സ്കൂളിലേക്ക് പോകാൻ വേണ്ടിയിട്ടും ഒക്കെയാണ് ഈ റോഡ് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. വിദ്യാർത്ഥികളും അവരുടെ മാതാപിതാക്കളും ഒക്കെ സ്ഥിരം ഡെയിലി ബേസിൽ ഉപയോഗിക്കുന്ന ഈ റോഡിൻ്റെ ഈ അവസ്ഥ കാണാൻ തുടങ്ങിയിട്ട് 5 വർഷത്തിലേറെയായി. പാർലമെൻറ്റ് ഇലക്ഷൻ വന്ന സമയത്ത് വളരെ വലിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിന് മുന്നെയാണ് നവകേരള സദസ്സ് നടന്ന സമയത്ത് കേരളം മൊത്തം കേൾക്കുന്ന രീതിയിൽ പറഞ്ഞതാണ് 6 കോടി രൂപ അനുവദിച്ചു, നവകേരള സദസ്സിൽ അപേക്ഷ വെച്ച് 6 കോടി രൂപ അനുവദിച്ചു, റോഡിൻ്റെ പണി ഇന്ന് തുടങ്ങുമെന്ന് പറഞ്ഞ് ഫ്ലെക്സ് വെച്ച സ്ഥലങ്ങളിൽ ആ ഫ്ലെക്സ് മറിഞ്ഞ് വീണിട്ട് ഇപ്പോൾ 1 വർഷത്തിലേറെയായി. മുന്നേ ഇത് ബസ് റൂട്ടായിരുന്നു, അതായത് KSRTCയുടെ ബസ് റൂട്ടായിരുന്നു. സ്കൂൾ സമയം അനുസരിച്ച് ഈ റോഡിൽ കൂടെ ബസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ ബസ്സില്ല. ആ ബസ് നിന്നിട്ട് വർഷങ്ങളായി. ഇതിനിടെ തന്നെ വന്ന പാർലമെൻറ്റ് ഇലക്ഷനിലും അതിനുശേഷം വന്ന ത്രിതല പഞ്ചായത്ത് ഇലക്ഷനിലും മന്ത്രിയുടെ തന്നെ നേരിട്ടുള്ള പ്രഖ്യാപനങ്ങളും ഈ നാട്ടുകാർ കേട്ടതാണ്. ഈ റോഡിന് വേണ്ടി 6 കോടി രൂപ അനുവദിച്ചു എന്ന് പറഞ്ഞു നവകേരള സദസ്സിൽ ഉൾപ്പെടുത്തി സെന്റ് മേരീസ് സ്കൂൾ അപ്പർ കരിക്കം ലോവർ കരിക്കം റോഡ് BMBC നിലവാരത്തിൽ പണിയുവാൻ 6 കോടി രൂപ അനുവദിച്ച LDF സർക്കാരിനും പത്തനാപുരത്തിന്റെ ജനനായകൻ ബഹുമാനപ്പെട്ട കേരള ഗതാഗത മന്ത്രി ശ്രീ KB ഗണേഷ് കുമാറിനും ഇതിന് മുൻകൈ എടുത്ത ശാലേ നഗർ ഭരണസമിതി അംഗങ്ങൾക്കും 1000 അഭിനന്ദനങ്ങൾ എന്ന് പറഞ്ഞ് ഒരു പോസ്റ്റർ ഇവിടെ വച്ചിട്ട് 1 വർഷത്തെ മേളിലായി. ഈ റോഡ് എന്തുകൊണ്ട് ഫണ്ട് അനുവദിച്ചിട്ടും നവകേരള സദസ്സിൽ ഫണ്ട് അനുവദിച്ച 6 കോടി രൂപയും എക്സ്ട്രാ 1 കോടി രൂപ അനുവദിച്ചിട്ടും എന്തുകൊണ്ട് ഈ റോഡിന്റെ പണി ഇതുവരെ തുടങ്ങുന്നില്ല എന്നുള്ളതാണ് ഈ നാട്ടുകാരൻ എന്നുള്ള നിലയിൽ എനിക്ക് ചോദിക്കാനുള്ളത്. ഈ റോഡിന്റെ ഈ അവസ്ഥ കണ്ടിട്ട് രാഷ്ട്രീയ ജാതി മതഭേദമന്യേ എല്ലാവരും കൂടെ പലതവണ സംഘടിച്ച് പ്രതിഷേധിച്ചിട്ടുണ്ട്. ഇത് ഒരു ദിവസം കൊണ്ട് നശിച്ചു പോയ റോഡല്ല. ഇത് കഴിഞ്ഞ 5 വർഷമായിട്ട് അല്ലെ അതിലധികമായിട്ട് ഇങ്ങനെയാണ്. ഇതിനെതിരെ സംഘടിച്ച് പ്രതിഷേധിച്ച രാഷ്ട്രീയക്കാർക്കെതിരെ, UDFകാർക്കെതിരെയും അതുപോലെ രാഷ്ട്രീയം നോക്കാതെ ഇതിനെതിരെ പ്രതിഷേധിച്ചതിനെതിരെയും പൊതുവേദിയിൽ അവരെ കുത്തി തന്നെ മന്ത്രി പ്രസംഗിച്ച പല പ്രസംഗങ്ങളും നമ്മൾ കേട്ടതാണ്. അവിടെ സമരം ഇടാനായിട്ട് നടത്തിയെന്നുണ്ട്, ഒരു പ്രകടന പ്രസംഗമൊക്കെ നടത്തിയതാണ്. പ്രസംഗം ഏത് അലവിലധികം നടത്താം, പ്രവൃത്തി നടത്താൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. ആളുകളെ മണ്ടന്മാരാക്കുന്നവരെ ജനങ്ങൾ പൊട്ട എന്ന് വിളിക്കും, യാതൊരു സംശയവും വേണ്ട. താങ്കൾ പ്രഖ്യാപനം നടത്തിയ ഈ റോഡിന് വേണ്ടി ഇനിയും എത്ര നാൾ ജനങ്ങൾ, അതായത് കരിക്കം മുതൽ കിഴക്കേത്തിരി വരെയുള്ള ജനങ്ങൾ കാത്തിരിക്കണമെന്നുകൂടി താങ്കൾ പറയണം. ഇനി വരുന്ന നിയമസഭാ ഇലക്ഷന് മുൻപ് റോഡ് പണി തീരുമോ എന്നുള്ളത് താങ്കൾ പറയണം. റോഡ് പണി തീർന്നിട്ട് ഉദ്ഘാടനം നടത്തുമോ അതോ റോഡ് പണിയുടെ ഉദ്ഘാടനമാണോ താങ്കൾ നടത്താൻ പോകുന്നത് എന്നുകൂടി താങ്കൾ പറയണം.